ഹലോ, ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുമുമ്പ് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ഒപ്പം തന്നെ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു എമ്പുരാൻ. ചിത്രം നാളെ ഓഗസ്റ്റ് 17 ഞായറാഴ്ച വൈകുന്നേരം 5:30 ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ TV പ്രീമിയറിനായി നമുക്ക് കാത്തിരിക്കാം. എത്ര പേരാണ് എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ TV പ്രീമിയറിന് വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, മാത്യൂസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു ബ്രൊമാൻസ്. ചിത്രം ഈ വരുന്ന ഓണക്കാലത്ത് നമുക്ക് ഏഷ്യാനെറ്റിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സിദ്ദീഖ്, ഒപ്പം തന്നെ ദിലീപ്, ബിന്ദു പണിക്കർ, ധ്യാൻ ശ്രീനിവാസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഓണം സ്പെഷ്യലായി ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. സുരാജ്, ഷർഫുദ്ദീൻ, സന്ദീപ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു പടക്കളം. ചിത്രത്തിൻ്റെയും സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഓണം സ്പെഷ്യലായി ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ, ശോഭന എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് തുടരും എന്ന ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് നമുക്ക് ഏഷ്യാനെറ്റിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ സിനിമാ വാർത്തകൾ കാണുന്നവരെ ഏവർക്കും ബൈ.